ഇത് വയനയിലയുടെ മരമാണ്. നമുക്ക് ചക്കയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇലയാണ്. ഇതില് കിളുന്ന ഇലയല്ല ഉപയോഗിക്കുക. നന്നായിട്ട് ഡാർക്ക് ഗ്രീൻ കളർ വന്ന് നല്ല പച്ചപ്പ് വന്ന് ഇലയാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന് നല്ല വലിപ്പമുള്ള ഇല മാത്രം നോക്കിയിട്ട് നമ്മളൊന്ന് പറിക്കുകയാണ്. ഇത് ചക്കയപ്പം സാധാരണ നമ്മൾ കുമ്പിളപ്പ ചെയ്യാറ്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്തത് തിര പോലെ. അപ്പോൾ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ കുമ്പിളപ്പം ചെയ്യുന്ന സമയത്ത് വേവാൻ ഒത്തിരി താമസമുണ്ട്. അതിന്റെ കുമ്പിളിന്റെ ഉള്ളിൽ കുറച്ച് കട്ടിയല്ലേ. തെരയായിട്ട് ചെയ്യുമ്പോൾ നല്ല ഇതുപോലെ വയനയിലയിൽ തന്നെയാണ് ചെയ്തത്. വയനയിലയിൽ പരത്തി വയനയിലയിൽ ചുരുട്ടി എന്ന് ചെയ്തത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എല്ലായിടത്തും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പൊ കഴിക്കുമ്പോൾ അതിന്റെ എല്ലാ ടേസ്റ്റും കിട്ടുകയും ചെയ്യും. നല്ല രുചിയുണ്ട്. ചക്കയപ്പത്തില് മുളപ്പിച്ച റാഗിയുടെ പൊടി, പഴുത്ത ചക്ക വരട്ടിയത്, ഏലക്കായ, തേങ്ങ, ജീരകം, തവിടുള്ള അരിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ ചക്കയപ്പം നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അത്രയും ഹെൽത്തിയും നല്ല ടേസ്റ്റിയാണ് ഈ ചക്കയപ്പം. ജൈവ ശർക്കരയുണ്ട്, മുളപ്പിച്ച റാഗിപ്പൊടി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിലത് കട്ടിയായിരിക്കും, പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.